അടുത്ത എ സി ബ്രിഡ്ജസ് ആണ് കേട്ടോ. എ സി ബ്രിഡ്ജസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വീസ്റ്റൺ ബ്രിഡ്ജ് പോലുള്ള 2 ബ്രിഡ്ജും കൂടി പഠിക്കാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജും പിന്നെ ഷെറിംഗ് ബ്രിഡ്ജുമാണ്. ഓക്കെ, ഈ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വീസ്റ്റൺസ് വരയ്ക്കുന്ന പോലെ തന്നെ ഇവിടെയും R1, R2, R3, R4 ഉണ്ട്. ഓക്കെ, R3, R4 ഇങ്ങനെ വരും. R1, R2, R3, R4 ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഇൻഡക്റ്റൻസ് ഉണ്ട്. R1ലും R4ലും 2 ഇൻഡക്ടറും കൂടി വെക്കും. ഓക്കെ, L1ഉം L4ഉം എന്നാണ് അതിനെ പറയുക. ഓക്കെ, L4നെ നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എത്ര ഇതിനകത്ത് 4 ആംസ് ഉണ്ട് ഇതിനകത്ത്. മറ്റേതുപോലെ തന്നെ ഇതും കമ്പാരിസൺ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡക്ടറിൻ്റെ വാല്യൂവിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇൻഡക്ടർ, റെസിസ്റ്റർ, 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 ഇൻഡക്ടർ. അതുകൊണ്ട് ഈ ആമിൽ മാത്രം ഇൻഡക്ടറുണ്ട്. ഓക്കെ, ഇവിടെ ഒരു L1 എന്ന് പറയുന്ന ഇൻഡക്ടറും L4 എന്ന് പറയുന്ന ഇൻഡക്ടറും. L4 വേരി ചെയ്യാൻ പറ്റുന്ന ഇൻഡക്ടറാണ്. ഓക്കെ, ദ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് is known as Maxwell's inductance bridge. The Maxwell's bridge works on the principle of comparison. That is the value of unknown inductance is determined by comparing it with the known value or the standard value. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺനോൺ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ നോൺ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ എന്താണ്, ബാലൻസിങ് ആവുന്ന സമയത്ത്, ബ്രിഡ്ജ് ബാലൻസിങ് ആവുന്ന സമയത്ത് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ 0 ഡിഫ്ലക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്കതിനെ 0 ഡിഫ്ലക്ഷൻ വരുത്താം. ഒന്നെന്ന് പറയുന്നത് L4നെ ഈ ഇൻഡക്ടറിനെ വേരി ചെയ്യിച്ചുകൊണ്ട് ആൻഡ് വൺ ഓഫ് ദ റെസിസ്റ്റർ ഓഫ് R2 ഓർ R3, R2ലെ R3 ഒന്നെങ്കിൽ R2 അല്ലെങ്കിൽ R3നെയോ വേരി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാൽവനോമീറ്ററിനെ 0-ലെത്തിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ L4നെ വേരി ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ R2നെയോ R3നെയോ ഏതെങ്കിലും ഒന്നിനെ വേരി ചെയ്യിച്ചുകൊണ്ട് 0 ഡിഫ്ലക്ഷനിലെത്തിക്കാം. അല്ലെങ്കിൽ ബൈ ആഡിങ് ആൻ അഡീഷണൽ വേരിയബിൾ റെസിസ്റ്റൻസ് R5 ഇൻ സീരീസ് വിത്ത് L4 ആൻഡ് കീപ്പ് R2 ആൻഡ് R3 കോൺസ്റ്റൻറ്റ്. അടുത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആമിനകത്ത് വേറെ ഒരു റെസിസ്റ്റൻസ്, ഒരു വേരി ചെയ്യാൻ പറ്റുന്ന വേറൊരു റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ R2നെയും R3നെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ L4നെയും പിന്നെ നമ്മളൊരു റെസിസ്റ്റർ, സീരീസ് റെസിസ്റ്റർ ഇടുമെന്ന് പറഞ്ഞല്ലോ R5, അതിനെയും കൂടി വേരി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ നമ്മൾ വീസ്റ്റൺസ് പറഞ്ഞ പോലെ തന്നെ ഈ 2 ആമും എടുത്തു കഴിഞ്ഞാൽ L1 ഡിവൈഡഡ് ബൈ L4 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R3 ആയിരിക്കും. ഓക്കെ, L1 ഡിവൈഡഡ് ബൈ L4 ഈസ് ഈക്വൽ ടു R2 ബൈ R3 ആയിരിക്കും. അതിൽ നിന്ന് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് അല്ല, ഇൻഡക്റ്റൻസ്. അപ്പോൾ L1ൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, L4 ഇൻറ്റു R2 ബൈ R3 ആയിരിക്കും. ഓക്കെ, അതാണ്ട് ഇങ്ങനെയാണ് റിലേഷൻ വരിക. L1 ബൈ L4 ഇസ് ഈക്വൽ ടു R2 ബൈ R3 എന്ന് വരും. അതിൽ നിന്ന് L1 ഇൻറ്റു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം L1 ഇൻറ്റു R3 ഇസ് ഈക്വൽ ടു L4 ഇൻറ്റു R2. അതിൽ നിന്ന് L1 ഇസ് ഈക്വൽ ടു R4 ഇൻറ്റു R2 ബൈ R3 എന്ന് വരും. ഓക്കെ, വേറെ ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും അവസാനം ഇതെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് എഴുതുക. സോ ദ അൺനോൺ ഇൻഡക്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ദ ടേംസ് ഓഫ് നോൺ ഇൻഡക്റ്റൻസ് ആൻഡ് ദ 2 റെസിസ്റ്റേഴ്സ്. അപ്പോൾ അത്രയും കഴിയുമ്പം മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് കഴിയും.